എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞണ്ട് റോസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഇടത്തരം വലിപ്പമുള്ള 8 ഞണ്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഞണ്ടാണ്. ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം. അടുത്തതായിട്ട് ഞണ്ട് റോസ്റ്റിന് വേണ്ടിയിട്ട് 2 സവോള, അതേ അളവിൽ തന്നെ ചെറിയ ഉള്ളി, ഒരു 10-15 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 4-5 പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ കൂടി എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മൺചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആദ്യം സവോള മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഈ ചേർത്തിരിക്കുന്ന സവോളയിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഈ സവോള വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചതും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം മാത്രമേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചെറിയ ഉള്ളിയും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഈ ചേരുവകളെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചേരുവകളൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി. ഇത് എരിവുള്ളതും എരിവില്ലാത്തതുമായ മുളക് ഒന്നിച്ച് പൊടിച്ചെടുത്തതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഗരം മസാല, ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട, പെരുംജീരകം, ഇത്രയും സാധനങ്ങൾ ചേർത്ത് പൊടിച്ചെടുത്തതാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞണ്ട് റോസ്റ്റിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് കുരുമുളക് പൊടി ഒരിക്കലും ഒഴിവാക്കരുത്. ഇനി ഈ പൊടികളൊക്കെ ചെറു തീയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പൊടിയുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരണം. ഇവിടെ ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ ഗ്രേവി വേണമെന്നുള്ളവർക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം ഇതൊരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഈ വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി അടച്ചു വെച്ച് കുറച്ച് സമയം വേവിക്കാം. ഇടയ്ക്കിതൊന്ന് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കണം. ആവശ്യമാണെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സമയമായപ്പോഴേക്ക് ഞണ്ടൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞണ്ടിൻ്റെ വലിയ കാല് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കണമെങ്കിൽ മാത്രമേ ഇതിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരുള്ളൂ. ചെറിയ കാലുകളൊക്കെ ഒന്നിച്ചു വരുന്ന രീതിയിലാണ് ഇവിടെ മുറിച്ച് വെച്ചിരിക്കുന്നത്. ഈ സമയമായപ്പോഴേക്ക് ഞണ്ട് റോസ്റ്റിൻ്റെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കാം. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കാം. നന്നായിട്ട് വെള്ളം വറ്റുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം വറ്റി വരുമ്പോഴേക്ക് ഞണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും. ഞണ്ട് വേകുന്നതിന് ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഞണ്ട് വെന്ത് വരും. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ ഗ്രേവി റെഡിയാക്കിയെടുക്കാം. കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവി വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. നന്നായിട്ട് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണമെന്നുള്ളവർക്ക് അതുപോലെ ചെയ്തെടുക്കാം. ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറിയ തീയിലിട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടോ വേണം ചെയ്തെടുക്കാൻ. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞണ്ട് ഇഷ്ടമുള്ളവർ ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റോസ്റ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.